ഹലോ ബ്യൂട്ടിഫുൾ പീപ്പിൾ, ഞാൻ നിങ്ങളോടൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. യൂഷ്വലി എങ്ങനെയാണ് നിങ്ങളുടെ മോർണിംഗ് സ്റ്റാർട്ട് ചെയ്യാറ്? അലാം റിങ് ചെയ്യുന്നു, സ്നൂസ് ബട്ടൺ ഓൺ ആക്കുന്നു, എണീക്കാൻ ലേറ്റ് ആകുന്നു. അങ്ങനെ വർക്കിനോ അല്ലെങ്കിൽ പഠിക്കാനോ പോകുന്നത് ലേറ്റ് ആകുന്നു. ചിലരുടെ റൂട്ടീൻ ചിലപ്പോൾ അവർ അലാറം ഒന്നുമില്ലാതെ തന്നെ എണീക്കുന്നുണ്ടാകും. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സ്നൂസ് ബട്ടൺ ഓൺ ആക്കാതെ എപ്പോഴാണോ അലാം റിങ് ചെയ്യുന്നത് അപ്പോൾ തന്നെ അവർ എണീക്കുന്നുണ്ടാകും. പക്ഷെ അതിനുശേഷം അവർ മിക്കവാറും ചെയ്യുക അവരുടെ ഫോൺ എടുത്തിട്ട് സ്ക്രോൾ ചെയ്യാൻ വേണ്ടി തുടങ്ങും. മണിക്കൂറുകൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്തിരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും. ലൈഫിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള പലരുടെയും സ്റ്റോറീസ് എടുത്ത് നോക്കിയാൽ അവരുടെ സ്ക്രീൻ ടൈം വളരെ കുറവായിരിക്കും, അല്ലേ? നമ്മളുടെ പല കാര്യങ്ങളും ചെയ്യാതെ ഇങ്ങനെ പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യാനുള്ള ഒരു മെയിൻ റീസണും ഈ സ്ക്രീൻ ടൈം തന്നെയല്ലേ? സോ ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലാണ് സ്ലോ മോർണിംഗ്സിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. എന്താണ് സ്ലോ മോർണിംഗ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്? നമ്മൾ മോർണിംഗ് എണീറ്റ ഉടനെ തന്നെ ഫോൺ സ്ക്രോൾ ചെയ്യുന്ന ഹാബിറ്റ് നിർത്തുക. അലാം റിങ് ചെയ്തതിന് ശേഷം സ്നൂസ് ബട്ടൺ ഓൺ ആക്കാതെ എന്ത് ചെയ്യുക? അലാം റിങ് ചെയ്തതിന് ശേഷം എണീക്കുക. അതിനുശേഷം നമ്മളുടെ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷമായിട്ട് എന്ത് ചെയ്യുക? ഫോൺ യൂസ് ചെയ്യാതെ കുറച്ച് നേരം സൈലൻ്റ് ആയിട്ട് എവിടെയെങ്കിലും ഇരിക്കുക. നിങ്ങളുടെ വീടിൻ്റെ ബാൽക്കണിയിലോ ഇല്ലാന്നുണ്ടെങ്കിൽ റൂമിലോ അതുമല്ല സിറ്റ് ഔട്ടിലോ എവിടെയെങ്കിലും ഒരു കാം ആൻഡ് ക്വയറ്റ് പ്ലേസിൽ പോയിട്ട് ഇരിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ കാമാണെന്ന് ഫീൽ ചെയ്യുന്നൊരു പ്ലേസിൽ പോയിട്ട് ഇരിക്കുക. ബിക്കോസ് ഫോൺ വന്നതിന് ശേഷം നമ്മൾ വെറുതെ ഇരുന്നിട്ടുള്ള സിറ്റുവേഷനൊക്കെ വളരെ കുറവായിരിക്കും, അല്ലേ? നമ്മളുടെ അടുത്ത് തന്നെ സ്പെൻഡ് ചെയ്തിട്ടുള്ള ടൈം എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. ഇതിനെ മീ ടൈം എന്നൊക്കെ പറയും. അതെന്താണ്? ഈ ഫോൺ വന്നതിന് ശേഷം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ വളരെയധികം കുറഞ്ഞിട്ടുണ്ടാകും. സോ ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് സൈലൻ്റ് ആയിട്ട് ഇരുന്ന് നോക്കുക. ശരിക്കും ഈ ഹാബിറ്റിന് നമ്മുടെ ലൈഫിൽ അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിയുന്ന ഒന്നാണ്. ശരിക്കും നമ്മുടെ ലൈഫിൽ വണ്ടേഴ്സ് സൃഷ്ടിക്കാൻ വേണ്ടി കഴിയുന്ന ഒരു ഹാബിറ്റ് തന്നെയാണ് ഈ ഒരു സ്ലോ മോർണിംഗ്സ് അല്ലെങ്കിൽ മീ ടൈം സ്പെൻഡ് ചെയ്യുക എന്ന് പറയുന്നത്. ഈ ഒരു ടൈമിൽ നമ്മൾക്ക് ചിലപ്പോൾ പല പ്രശ്നങ്ങളുടെയും ആൻസർ തന്നെ കിട്ടിയേക്കാം. കാരണം നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് ഒരു പ്ലേസിലിരിക്കുമ്പോൾ നമ്മളുടെ മൈൻഡിൽ ഒരുപാട് തോട്ട്സ് വന്ന് പോകുന്നുണ്ടാവും, അല്ലേ? നമ്മൾ ചിലപ്പോൾ നമ്മുടെ ഓവർ തിങ്കിങ് നോട്ടീസ് ചെയ്യും. അതുപോലെ തന്നെ മൈൻഡിൽ വന്നു പോകുന്ന ഇൻസെക്യൂർ തോട്ട്സൊക്കെ ഫേസ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. അതുകൊണ്ട് തന്നെ സ്ലോ മോർണിംഗ്സ് എന്ന് പറയുന്നത് ഒരു ലൈഫ് ചേഞ്ചിങ് ഐഡിയ ആണ്. നിങ്ങളുടെ ലൈഫിലും ഇതൊന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്ത് നോക്കുക. ഈ ഒരു ഹാബിറ്റ് നിങ്ങളുടെ ലൈഫിലും ഒന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ഇറ്റ്. താങ്ക് യു.